ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിപ്പി പറയുന്നുണ്ട്, അയാളോ ആ അങ്കിളോ അതൊരു ബാഡ് അങ്കിളാ എന്ന് ആകാശിനെ കുറിച്ച് പറയാം. എപ്പോഴും എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല അങ്കിളുടെ പണി, എൻ്റെ അച്ഛനെ ശരിക്കും സൂപ്പറാ എന്ന് പറയുമ്പോൾ ആകാശ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം കേട്ടോ. ആകാശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനി തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. ശേഷം നമ്മുടെ എന്താണ് സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനും കൂടി സംസാരിച്ചിരിക്കുകയാണ് കാണുന്നത്. സ്വപ്നവല്ലി പറയുന്നുണ്ട്, വിനോദ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിനോദ് കല്യാണത്തിന് അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചാനെ അല്ലേ രാമ. വിനോദിനെ അടുപ്പിക്കാൻ പോലും അവൻ സമ്മതിക്കില്ലല്ലോ. എന്നാലും അവനെക്കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല രാമ. എനിക്കും അങ്ങനെ തന്നെയാണ് സ്വപ്നം. അവനും നമ്മുടെ മകൻ തന്നെയല്ലേ. പക്ഷേ നമ്മൾ മഹേഷിനെ മറന്നൊരു ജീവിതം ജീവിക്കരുത്. ഇല്ല രാമ, എൻ്റെ മോൻ മഹേഷിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. പക്ഷേ അവനെ നൊന്ത് പ്രസവിച്ചതല്ലേ, നമ്മളും അവനെ വളർത്തി വലുതാക്കിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാണ്. എന്തായാലും അവനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ. മഹേഷിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കണം രാമ. നമുക്ക് അത് കേസിനെ നല്ല ബലമേകും എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷ് വരുമ്പോൾ തന്നെ ചിപ്പി വീഡിയോ കോൾ ചെയ്യുക കേട്ടോ. ഹലോ മോളെ എന്ന് പറയുമ്പോൾ തന്നെ ഹായ് ഡാഡി, ഇതേ നോക്കിക്കേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഡാഡിനെ കാണാൻ വേണ്ടി നിൽക്കുക, ഹായ് അങ്കിൾ എന്ന് എല്ലാ ഫ്രണ്ട്സും പറയുന്നുണ്ട്. ഹായ് മക്കളെ എന്ന് മഹേഷ് പറയാണ്. അതെ, എൻ്റെ ഡാഡി ഇവിടുത്തെ ആകാശാണെന്ന് ഇവരൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആകാശ് അങ്കിൾ ഒരു ബാഡാണെന്ന്, എൻ്റെ ഡാഡി സൂപ്പറാണെന്ന് എന്ന് പറയണേ. എൻ്റെ ഫ്രണ്ട്സിനെ ഡാഡിത്ത് സംസാരിക്കണമെന്ന്. ഹായ് മോളെ എന്ന് പറയണേ. ഹായ് അങ്കിൾ, എൻ്റെ പേര് പൂജ എന്നാണ്. അങ്കിളിനെ കുറിച്ച് ചിപ്പി എപ്പോഴും പറയും അങ്കിൾ സൂപ്പറാണെന്ന്. അപ്പോഴേക്കും വേറൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, അതെ എപ്പോഴാ ചിപ്പിക്ക് ഒരു സൂപ്പർ മമ്മീനെ കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചിപ്പി പറഞ്ഞിട്ട്, ഡാഡി ഞാൻ ഫോൺ വെക്കട്ടെ, ആ അങ്കിളും അമ്മ അങ്ങനെ കണ്ടു വന്ന അത് മതി, ഞാൻ പിന്നെ വിളിക്കാവേ, ടാറ്റാ ബൈ ബൈ ഉമ്മ ഡാഡി, ലവ് യു ഡാഡി, ലവ് യു ടു മോളെ എന്ന് നമ്മുടെ മഹേഷും പറയണം. അങ്ങനെ ഫോൺ വെച്ചുമ്പോഴേക്കും മഹേഷിൻ്റെ മുഖം അങ്ങനെ മാറുവാട്ടോ. മഹേഷ് വേഗം റൂമിലേക്ക് കയറിയിരിക്കുവാണ്. തൊട്ടു പിന്നാലെ സ്വപ്നം രാമനും വരുന്നുണ്ട്. മോനെ, നീ എത്ര നാൾ റൂമിൽ കയറി ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചിരിക്കും? നിൻ്റെ ജീവിതത്തിലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? നീ ഒരു കല്യാണം കഴിക്കേണ്ടേ മോനെ എന്ന് സ്വപ്നവല്ലി പറയുമ്പോൾ, ഇല്ലമ്മേ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ നിനക്ക് വേണ്ടി കല്യാണം കഴിക്കേണ്ട, ചിപ്പിക്ക് വേണ്ടി നീ കഴിച്ചൂടെ? ദേ ഞാനും നിൻ്റെ അച്ഛനും എത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞങ്ങൾക്ക് വയസ്സായി വരിക എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണ്ട, അതേ മോനെ ഞങ്ങൾ എത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നീയാണ് ഇനി ജീവിക്കേണ്ടത്. ചിപ്പി അവൾ കുഞ്ഞല്ലേ, അവൾക്കൊരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും കേൾക്കണ്ടേ? നീ എന്താ അവളുടെ ഭാഗത്തും ചിന്തിക്കാത്തത്? നിനക്ക് ചെറുപ്പത്തിൽ ഞാനും നിൻ്റെ അമ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് ആ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ചിപ്പി അങ്ങനെയല്ല, അതുകൊണ്ട് ചിപ്പിക്ക് വേണ്ടി നീ കല്യാണം കഴിച്ചേ പറ്റൂ. അത് ശരിയാവില്ല അച്ഛാ എന്ന് മഹേഷ് വീണ്ടും പറയണം. എന്തുകൊണ്ട് ശരിയാവില്ല? നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ചിപ്പിക്കൊരു അമ്മയായി. അപ്പോൾ സമൂഹത്തിന് മുമ്പിൽ എന്തൊക്കെ പറയുന്നത്, നിൻ്റെ ഭാര്യ ചിപ്പിയുടെ അമ്മയാണ്, അതുകൊണ്ട് കോടതി ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ചിപ്പിനെ വിടാനും മതി എന്നിങ്ങനെ പറയാണ് സമൂഹം. അപ്പോൾ നിങ്ങളുടെ കൂടെ എന്തായാലും വിളിക്കണം, നിങ്ങൾ ഫാമിലി അല്ലേ മോനെ, നീ എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് എന്ന് പറയാണ്. മോനെ, അത് അച്ഛൻ കൊണ്ടുവന്ന ആലോചന നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നല്ലൊരു ദിവസം ഒരു ഫാമിലി റിയൂണിയൻ വെച്ച് അവരൊന്ന് പോയി കണ്ടാലോ? എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. നിൻ്റെ താല്പര്യമില്ല, നീ ചിപ്പിയുടെ താല്പര്യം നോക്കേണ്ടത്, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് അച്ഛൻ പറയാണ്. വാ സ്വപ്നം, അവൻ ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ, നീ വാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലിനെ വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് പോകാൻ മഹേഷ് വരുന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ഇഷിത അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. എന്നാലും ആരായിരിക്കും ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, 2025 നല്ല മനുഷ്യനാവണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നാണ് ആ മെസ്സേജ് കേട്ടോ. അത് വായിച്ച് മഹേഷിൻ്റെ ചിരിയും വരുന്നുണ്ട്. എന്നാൽ ആരാണ് ഈ പെൺകുട്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. അതേസമയം ഇഷിത വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മാഷും പ്രിയയും പറയുന്നുണ്ട്, മോളെ നോക്ക്, അച്ഛൻ കൊണ്ടുവന്ന ആലോചന നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, നീ ഒന്ന് സമ്മതിക്കും മോളെ. അമ്മേ എനിക്കിപ്പോൾ ആലോചനയും കല്യാണമൊന്നും വേണ്ട അമ്മേ. എവിടെയോ നടന്നിരുന്ന പശുവിനെ പിടിച്ച് മൂക്ക് കയറിട്ട് ഒരു കുറ്റിയിൽ ആണിയടിച്ച് തറച്ചിടുക, അതുപോലത്തെ ഒരു പണിയല്ലേ അമ്മയും അച്ഛനും പറയണത്. എനിക്ക് ഇപ്പോൾ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇവളെന്താ ഇങ്ങനെ? എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്നത് മോളുടെ കല്യാണം ആയില്ലേ, നല്ല പയ്യന്മാരൊന്നും കിട്ടിയില്ലേന്നാ. പ്രിയേ, നീ അങ്ങനെയൊന്നും പറയല്ലേ. നോക്ക്, ഇവിടെ മോളുടെ സമ്മതമാണ് വേണ്ടത്, അല്ല മറ്റുള്ളവരുടെ കാര്യമല്ല. മോള് സമ്മതിക്കുന്നില്ലെങ്കിൽ അച്ഛൻ ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവില്ല. മോള് വേണ്ടെന്ന് പറയണമെങ്കിൽ അച്ഛൻ വേണ്ടെന്ന് വയ്ക്കാം. അച്ഛൻ എനിക്കൊന്ന് ആലോചിക്കണം. ശരി, മോൾ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. അപ്പോഴേക്കും പ്രിയ പറയണ്ട, മോളെ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യും ശരിയാണ്, പക്ഷെ നിൻ്റെ അച്ഛനൊരു ആലോചന മുൻകൈ എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അത് മോൾ ആലോചിക്കണം. ഒന്നും അറിയാതെ അച്ഛൻ ഒന്നും ചെയ്യില്ല, അതും കൂടി ആലോചിക്കുക. അച്ഛൻ മോളുടെ നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മോൾക്ക് തരുന്നത് മോളുടെ അച്ഛൻ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ശരി ഞാൻ ആലോചിച്ചിട്ടേ പറയാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട്, എവിടെയോ നടന്നിരുന്ന പശുവിനെ കുറ്റിയടിച്ച് ഒരു പറമ്പിൽ കെട്ടുക അല്ലേ ചേച്ചി? ഓ, നീ ഇവിടെ നിന്നെല്ലാം ഒളിഞ്ഞു കേൾക്കുമായിരുന്നല്ലേ ചേച്ചി? എന്താ
അങ്ങനെ വലിയച്ഛൻ കൊണ്ടുവന്ന ആലോചന സമ്മതിക്കാത്തത്? വലിയച്ഛനായതുകൊണ്ട് നല്ല ബെസ്റ്റ് ആലോചന തന്നെ ചേച്ചിക്ക് കൊണ്ടുവരുള്ളൂ. ചേച്ചി എന്താ സമ്മതിക്കാത്തതിന് കാരണം? ചിപ്പിയാണോ? ചിപ്പിന് ഇനി കാണാൻ പറ്റില്ല എന്നുള്ള വിചാരമാണോ? അതെ, ചിപ്പി അവിടെ നിന്ന് അകന്നു പോകും. ഞാനൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഞാൻ വേറൊരു കുട്ടീനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത് ശരിയാവില്ല. ചേച്ചി നോക്ക്, മഹേഷ് ചന്ദ്രൻ ഒരു വിവാഹം കഴിച്ചാലും ഇതന്നെയല്ലേ അവസ്ഥ? ചിലപ്പോൾ ആ സ്ത്രീക്ക് ചേച്ചി ആ കുഞ്ഞിനെ കാണുന്നത് ഇഷ്ടമല്ലെങ്കിലോ? എന്നാലും ചിലപ്പോൾ ആ സ്ത്രീക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആവില്ല. അച്ഛൻ നല്ല ആലോചന കൊണ്ടുവന്നുള്ളൂ എനിക്കറിയാം. അച്ഛൻ നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് എന്നെയും എൻ്റെ ചേച്ചീനെയൊക്കെ വളർത്തിയത്. എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ എന്നെ ഒരു ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് അച്ഛൻ കൊണ്ടുവന്ന ആലോചന നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആലോചിച്ചേ പറ്റൂ സുചിത്ര എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഫോൺ ബെല്ലടിക്കുകയാണ്. ഹലോ, ആ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പം തന്നെ വരാം. കുട്ടീനെ വേഗം ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. സുചിത്ര, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഒരു കുട്ടീനെ മേലൊക്കെ പൊന്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകണം. ശരി ചേച്ചി എന്ന് പറയണ്ട. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് ഇറങ്ങും കേട്ടോ. ശേഷം നമ്മുടെ സ്വപ്നവലിനും അതുപോലെ തന്നെ രാമനെയാണ് കാണിക്കണം. സ്വപ്നവലി പറയുന്നുണ്ട്, ഷോ അവൻ ഈ നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി വിനോദ്, ഒരു പ്രാവശ്യം കൂടി വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ മഹേഷ് കൂടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ രാമൻ്റെ ഫോണിലേക്ക് വിനോദ് വിളിക്കുക കേട്ടോ. ഹലോ, ആരാ? അച്ഛ, ഞാനാ അച്ഛ, വിനോദ്. ഞാൻ നിലത്തുണ്ട് അച്ഛ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട വേണ്ട, ഇവിടെ മഹേഷ് ഉണ്ട് മോനെ, പ്രശ്നമാകും. അമ്മ അടുത്തുണ്ടോ അച്ഛ? ഉണ്ട്, ഞാൻ കൊടുക്കാം. സ്വപ്നം, ദേ നമ്മുടെ മോനെ വിനോദ്. വിനോദോ? മോനെ കണ്ണ, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. അമ്മേ, ഞാൻ നിലത്തുണ്ട് അമ്മേ, അച്ഛനും അമ്മേനെ കാണാൻ വന്നതാ. അവിടെ വന്ന ചേട്ടനെ ഇഷ്ടമാവില്ലല്ലോ. അതെ അതെ, നീ ഇവിടെ വരണ്ട, ചേട്ടൻ അറിഞ്ഞാൽ പ്രശ്നമാകും. അമ്മേ, നിങ്ങളെനിക്കൊന്ന് കാണണം, ഒന്ന് നിലത്ത് വരാവോ, ഞാനിവിടെ ഗാർഡനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. രാമ, അവൻ താഴത്തുണ്ടെന്ന്. എൻ്റെ മോനെ എന്തിനും കൊണ്ട് കൊടുക്കണമല്ലോ, എൻ്റെ മോനെ കാണണമല്ലോ രാമ. അതെ, ഞങ്ങൾക്ക് കാണാം, പക്ഷെ മഹേഷ് ഉറങ്ങിയോന്ന് അറിയില്ലല്ലോ. താനൊരു കാര്യം ചെയ്യ്, താൻ നിലത്തേക്ക് പോ, ഞാൻ പുറകെ വന്നോളാം എന്ന് രാമൻ പറയാണ്. അങ്ങനെ സ്വപ്നവലി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഉണ്ണിയപ്പമൊക്കെ പൊതിഞ്ഞെടുക്കുകയാണ്. എൻ്റെ മോനെ എന്തിനും കാണുമ്പോൾ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പൊതിഞ്ഞ് നിലത്തേക്ക് പോവാട്ടോ. അവിടെ വിനോദ് ഉണ്ടാവും. മോനെ കണ്ണ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിനോദ് വേഗം പോയിട്ട് അമ്മേനെ പിടിച്ച് കെട്ടിപ്പിടിക്കുക കേട്ടോ. അമ്മേ, ഇവിടെ ഇരിക്കാമ്മേ, എന്നോട് ചേർന്നിരിക്കാമ്മേ എന്ന് പറയാണ്. ശേഷം നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട്, മോനെ എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്, ഇവിടെ വന്നിട്ട് കുറച്ച് നാളായമ്മേ. ഡൽഹിയിലായിരുന്ന സമയത്തൊക്കെ എനിക്ക് കേരളത്തിൽ വരാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ പേടിയായിരുന്നു ഇവിടെ വരാനായിട്ട്. ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യും, അമ്മ അച്ഛനൊക്കെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത തെറ്റ് അത് ചേട്ടൻ മറന്നിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, അത് മറക്കാൻ പറ്റൂടാ അവന്. അവൻ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. കഷ്ടപ്പാടുന്നുണ്ട്. അവൻ നിൻ്റെ ചേച്ചിനെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. അത് മാത്രമല്ല, അച്ഛൻ്റെ അസുഖത്തിനെ ചികിത്സിച്ചു, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയി. അവരൊരു കല്യാണം കഴിച്ചു, അതൊരു പരാജയമായിരുന്നു. അവളിന് ഒരു മാലാഖ ഉണ്ടടാ, അവളിപ്പോൾ അവളുടെ കൂടെയാ എന്ന് പറയണം. പക്ഷെ മഹേഷിനെ വേറൊരു ആലോചന അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മഹേഷ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആ കല്യാണത്തിനെങ്കിലും എന്നെ വിളിക്കോ? ആദ്യത്തെ കല്യാണത്തിന് ഞാൻ ഉണ്ടായില്ലല്ലോ അമ്മേ, എനിക്കറിയില്ലടാ കണ്ണ എന്ന് പറയാണ്. ഏറ്റവും ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുവാട്ടോ നമ്മുടെ വിനോദ് അത് സന്തോഷത്തോട് കഴിക്കുകയാണ്. ഞാൻ എൻ്റെ ചേട്ടനോട് വലിയ തെറ്റാ ചെയ്തത്, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് എൻ്റെ ചേട്ടൻ എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട്. അന്ന് ആ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി. എൻ്റെ ചേട്ടനെ അടിച്ച കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും കയ്യും കാലൊക്കെ തളരുക അമ്മേ. എനിക്കെൻ്റെ ചേട്ടനെ എപ്പോഴും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മഹേഷിന് നിന്നോട് എപ്പോഴും ദേഷ്യമുണ്ട്. പക്ഷെ എന്തൊക്കെ പറയാനും നിൻ്റെ ചേട്ടനല്ലടാ അവൻ നിന്നോട് ക്ഷമിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തിന് അച്ഛനും പതുക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോനെ എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് അച്ഛനും അമ്മേനെ അന്വേഷിച്ച് വരിക കേട്ടോ. മഹേഷ് ആ ഒരു ഭാഗം കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.